ക്ലാസ് 8. എടാ നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും 100% ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പ്രൊഫൈൽ അല്ലേ. സോ നിങ്ങൾ എല്ലാവരും മിസ് നേരത്തെ ചെയ്ത വീഡിയോന്റെ അടിയിലായിട്ട് പ്രൊഫൈലിന്റെ ഫോമാറ്റ് പറഞ്ഞുതരുമോ മിസ്സേ, പ്രൊഫൈലിന്റെ ഫോമാറ്റ് പറഞ്ഞുതരുമോ എന്നുള്ള ഒരുപാട് മെസ്സേജസ് കണ്ടു. അതുകൊണ്ടാണ് പ്രൊഫൈലിന്റെ വീഡിയോ ആയിട്ട് മിസ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ പ്രൊഫൈൽ എന്നുള്ളത് എന്തായാലും നിർബന്ധമായിട്ടും 100%, 101 വേണമെങ്കിൽ ശതമാനം ചോദിക്കുന്ന ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതിന്റെ ഫോമാറ്റ് നമുക്ക് നോക്കാം. അതിന് മുന്നേ എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ നോക്കാം. സോ പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ്. ഇവിടെ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിന്റെ പ്രൊഫൈലാണ് ചോദിച്ചിട്ടുള്ളത്. നെയിം തന്നിട്ടുണ്ട് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ്, ബോൺ 1928, കൊളംബിയ. Famous as novelist, short story writer, screenwriter, journalist, known as Gabo, an award Nobel Prize for Literature in 1982. Major works: 100 Years of Solitude, Love in the Time of Cholera, The Autumn of Patriarch, and Death എപ്പോഴാണ് 2014. 5 മാർക്കിനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രൊഫൈൽ ചോദിക്കുക. അപ്പം ഈ ഒരു 5 മാർക്ക് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടരുത്. ആൻഡ് പ്രൊഫൈൽ എഴുതാതെ നിങ്ങൾ ആരും ഇരിക്കരുത് കേട്ടോ. നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് എന്ത്, പ്രൊഫൈൽ എന്നുള്ളത്. സോ പ്രൊഫൈൽ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കിയാലോ. പ്രൊഫൈലിന് കൃത്യമായിട്ടുള്ള ഒരു ഫോമാറ്റ് ഉണ്ട്. ആദ്യം തന്നെ ടൈറ്റിൽ ആയിട്ട് നമ്മളെ നെയിം ഓഫ് ദ പേഴ്സൺ ആരുടെ പ്രൊഫൈൽ ആണോ. ഇപ്പൊ ഇവിടെ എന്താ, ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിന്റെ ആണ്. സോ പ്രൊഫൈൽ ഓഫ് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് അല്ലെങ്കിൽ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് എന്ന് എന്ത് കൊടുക്കാം, ഹെഡിങ് കൊടുക്കാം. ഇനി ബോൺ ഓൺ എന്ന് പറഞ്ഞിട്ട് ഫുൾ ഡേറ്റ് തന്നിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 19 August 2023 ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫുൾ ഡേറ്റ് തന്നിട്ടുണ്ട്. ഡേറ്റും മന്തും ഇയറും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ എന്ന് കൊടുക്കാം. ഇനി ഇയർ മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ നിങ്ങൾ എന്താ കൊടുക്കേണ്ടത്, ബോൺ ഇൻ എന്നാണ് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് പ്ലേസ്, എവിടെയാ ജനിച്ചത് എന്നുള്ള പ്ലേസ് പറയൂ അല്ലെ. ഇനി ചെറിയ പ്ലേസ് ആണ്, ഫോർ എക്സാമ്പിൾ ചെറിയ പെർട്ടിക്കുലർ പ്ലേസ് ആയിട്ടുള്ള ഇപ്പൊ രാമനാട്ടുകര, പാലാഴി, അങ്ങനെ ഹൈലൈറ്റ് മാൾ, അങ്ങനെ പർട്ടിക്കുലർ പ്ലേസ് ആണ്. കുഞ്ഞു പ്ലേസ് ആണെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ പ്ലേസ് ആണ്, ഇപ്പൊ സ്റ്റേറ്റ്, കൺട്രി, കോഴിക്കോട്, ഇന്ത്യ, മുംബൈ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള വലിയ പ്ലേസ് ആണെങ്കിൽ നമ്മൾ ഇന്നും എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഒറ്റ പ്ലേസേ തന്നിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് ഇന്നെന്ന് വെച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അതും ചെറിയ പ്ലേസ് ആണെങ്കിൽ നിങ്ങൾ അറ്റത് തന്നെ കൊടുക്കാം. റെഡി. സോ ഇനി പാരന്റ്സിന്റെ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറയാ, ബോൺ ടു എന്ന് പറഞ്ഞിട്ട് നെയിം ഓഫ് ദ പാരന്റ്സ് കൊടുക്കാം. ഇനി അവിടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഒക്കെ കൊടുക്കണമെങ്കിലോ ഹി വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് അല്ലെങ്കിൽ ഹി വാസ് ഗ്രാജുവേറ്റഡ് ഫ്രം എന്ന് പറഞ്ഞിട്ട് സ്കൂൾ അല്ലെങ്കിൽ കോളേജ് കൊടുക്കാം. ഇനി അവരുടെ ഫേമസ് വർക്ക്സ് ഏതൊക്കെയാന്ന് പറയാൻ നമ്മൾ എങ്ങനെയാ പറയാ, ഹിസ് ഫേമസ് വർക്ക്സ് ആർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഫേമസ് വർക്ക്സ് കോട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ആ ഒരു വർക്ക്സ് എന്നുള്ളത് നമുക്ക് കോട്ട് ചെയ്യാം. ഇനി അവർക്ക് അവാർഡ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ, അവർക്ക് കിട്ടിയിട്ടുള്ള. അപ്പൊ ഹി വാസ് അവാർഡഡ് വിത്ത്, ഹി റിസീവ്ഡ് ഓണറബിൾ അവാർഡ് സച്ച് ആസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അവാർഡ്സ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോമ ഇട്ട് പോവാ കേട്ടോ. ഇനി അവർ മരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡൈഡ് എന്നല്ല നമ്മൾ പറയേണ്ടത്, പാസ്ഡ് അവേ എന്നാണ്. പാസ്ഡ് അവേ കഴിഞ്ഞിട്ട് ഫുൾ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഓൺ എന്നും, ഇയർ മാത്രമാണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്, ഇൻ എന്നും യൂസ് ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ പ്രൊഫൈൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. സോ ഇതിൻ്റെയൊക്കെ നോട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇപ്പൊ തന്നെ പോയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മാക്സിമം ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് മിസ്സിന്റെ സൗണ്ട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. ഇപ്പൊ ക്ലാസ്സസ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സൗണ്ട് ഒക്കെ കുറച്ച് പോയിട്ടുണ്ട്. പക്ഷെ കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിന്റെ പ്രൊഫൈലിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോവാം. ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ്, ഓൾസോ കോൾഡ് ഗാബോ, was a famous writer from Colombia. He was born in എന്നാണ് നമ്മൾ കൊടുത്തത് അല്ലേ. കാരണം എന്താ, ഇവിടെ ഇയർ മാത്രം തന്നിട്ടുള്ളൂ 1928 and became well known for writing stories, books and newspaper articles. In 1982 he won a big award called the Nobel Prize for Literature because his amazing writing. He received honorable award such as Nobel Prize for Literature എന്ന് പറഞ്ഞാലും മതി. Okay, and some of his most famous works include 100 Years of Solitude, Love in the Time of Cholera, and The Autumn of Patriarch, and he passed away in എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇയറും കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഫൈലിന്റെ ഫോമാറ്റ്. ഇത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് മിസ് വിചാരിക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് താഴെ മിസ്സിന്റെ ഫേവറേറ്റ് ഹാർട്സ് ആയിട്ടുള്ള കുറച്ച് യെല്ലോ ഹാർട്സും കൂടി കമന്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ലവ് യു ഓൾ. ബൈ.